ബലാത്സംഗ കേസ് ഗൂഢാലോചന എന്ന് ചൂണ്ടിക്കാട്ടി റാപ്പർ വേടന്റെ കുടുംബം നൽകിയ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങുകയാണ്. വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കാണ് കുടുംബം പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറി. ഫസ്റ്റ് ഓൺ 24 വിഷ്ണു സുരേഷ് ആ വാർത്തയിൽ നിർമ്മിച്ചിരുന്നു. വിഷ്ണു, വേടന്റെ സഹോദരൻ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ. അപ്പോൾ പക്ഷേ വേടൻ നൽകുന്ന പരാതി സർക്കാർ ഗൗരവത്തിലെടുക്കുന്നു എന്നതിലർത്ഥം വിഷ്ണു? ഹാഷ്മി, സർക്കാർ അത് ഗൗരവത്തിൽ തന്നെ സ്വീകരിക്കുന്നു. ഒരു പരാതിയല്ല, 2 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചതെന്ന് വേടന്റെ സഹോദരനും മറ്റൊന്ന് വേടന്റെ സഹോദരിയും സമാനമായ പരാതികൾ ഉന്നയിച്ചിരുന്നു. ജൂലൈ 31-ാം തീയതിയാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നതിനിടയിൽ 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് വരികയാണ് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട്. ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ആ സമയത്താണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം കൃത്യമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ് വേടന്റെ കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ ഒപ്പിടാൻ വന്ന ഘട്ടത്തിൽ വേടനും സമാനമായ ആശങ്ക പങ്കുവച്ചിരുന്നു. ഗൂഢാലോചനയുണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലേക്ക് താൻ ഇപ്പോൾ തയ്യാറല്ല, കേസിന്റെ നടപടികൾ കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു വേടൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഈ കുടുംബം നൽകിയ പരാതിയിൽ അതിലൊരു പരാതി വേടന്റെ സഹോദരിയുടെ പരാതിയാണ്. ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് തൃക്കാക്കരയിലാണ്. അതുകൊണ്ട് ഈ വേടന്റെ കുടുംബം നൽകിയ പരാതി അതിൽ എന്താണ് വസ്തുത എന്നുള്ളത് അന്വേഷിച്ച് തൃക്കാക്കര ACP റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഗൗരവത്തോട് തന്നെ സർക്കാർ എടുക്കുന്നു. ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് വേടന്റെ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. ഹാഷ്മി, ഓക്കെ, റാപ്പർ വേടന്റെ കുടുംബമായി ആവർത്തിച്ചു വരുന്ന പരാതിയിൽ ചില എന്തോ ഗൂഢാലോചനയുണ്ട് എന്ന് വേടൻ സംശയിക്കുന്നു, കുടുംബം സംശയിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി കൊടുത്തു അദ്ദേഹത്തിന്റെ സഹോദരൻ. അപ്പോൾ അതിലെന്തായാലും സർക്കാർ അത് ചുമ്മാ കാണുന്നില്ല, അതിനെ ഗൗരവത്തിലെടുക്കുന്നു. അന്വേഷണത്തിനായി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അന്വേഷണം നടക്കട്ടെ. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത ആദ്യം എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.